നമസ്കാരം. ഗൾഫ് വാർത്തകൾ. വാഹനങ്ങൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ 6 ഈജിപ്ഷ്യൻ പൗരന്മാർ പിടിയിലായി. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വാഹനങ്ങൾ മോഷ്ടിച്ച് സൽമി ക്രാപ്റ്റ്യാൻസിലെ ഒരു ഗ്യാരേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് സംഘത്തിന്റെ രീതി. മോഷ്ടിച്ച വാഹനങ്ങളുടെ ഭാഗങ്ങൾ വേർതിരിച്ച് വിൽക്കുകയാണ് പതിവ്. വ്യാജ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് ബാങ്ക് കാർഡ് വിവരങ്ങൾ കൈവശപ്പെടുത്തി പണം കവർച്ച ചെയ്യുന്ന പ്രവാസി സംഘം അറസ്റ്റിലായി. ഔദ്യോഗിക സർക്കാർ ഏജൻസികളുടെ പേരിൽ വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ പദ്ധതികളിൽ ഒന്നായ ദുബാൻ സൗരോർജ്ജ നിലയത്തിന്റെ നിർമ്മാണം ഈ വർഷം തുടങ്ങും. ഒമാനിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച 9 വിദേശികൾ പിടിയിലായി. റോയൽ ഒമാൻ പോലീസാണ് ഇവരെ പിടികൂടിയത്. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി ജിദ്ദയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. തെന്നല നെച്ചിയിൽ മുഹമ്മദ് ഷാഫിയാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. ഒമാനിലേക്ക് കടത്താൻ ശ്രമിച്ച കഞ്ചാവ് പിടികൂടി. 2.237 കിലോ കഞ്ചാവാണ് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പിടിച്ചെടുത്തത്.